Good morning, all. Good morning, madam. Good morning, ma'am. Good morning, miss. Good morning, madam. Good morning, ma'am. Good morning, madam. Okay, first class ഒക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നോ? എങ്ങനെയായിരിക്കും എന്നൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് നമുക്കൊന്ന് മീൻസ് എല്ലാവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റുന്ന അറിയില്ല എങ്കിലും കുഴപ്പമില്ല. പുതിയൊരു ക്ലാസ് ഒക്കെയാണ്. ഫസ്റ്റ്ലി എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് ട്രീസ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ടീച്ചർ. അപ്പൊ എന്റെ പേര് ട്രീസ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ ഇന്ന് അധികം എടുക്കാനില്ല. അപ്പൊ ഇതില് കുറച്ച് ഗ്യാപ്പ് ഉള്ളവരൊക്കെ ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും കോഴ്സ് ഓൾറെഡി ചെയ്യുന്നവരോ വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാകും അല്ലെ? ഓൾറെഡി ഹോസ്പിറ്റൽ റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നവരുണ്ടോ? ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ ഏതെങ്കിലും? ഓക്കെ, ഏതായിരുന്നു ചെയ്യുന്നത്? ഹലോ മാം, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഓൾറെഡി വർക്കിംഗ് ആണോ? അതെ, ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റെഗുലർ ക്ലാസ്സുകൾക്ക് നമുക്ക് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നവരാണെങ്കിൽ ലൈവ് ക്ലാസ് കയറാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിപ്പോർട്ട് ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഓൾറെഡി നമ്മുടെ എറണാകുളത്ത് നിന്ന് തന്നെയുള്ള സ്റ്റുഡൻസ് ഉണ്ടോ? ഇപ്പൊ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള സ്റ്റുഡൻസും എല്ലാവരും തന്നെ ഉണ്ടാവും അല്ലെ? അപ്പോ ടെൻഷനൊന്നും ആവേണ്ട. ടെൻഷനൊക്കെ ഉണ്ടോ ഈ കോഴ്സിനെ കുറിച്ച്? നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മിസ് പറഞ്ഞില്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കണ്ടായിരുന്നു എല്ലാവരും? കയറിയില്ലേ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സില്? വരാൻ പറ്റിയില്ല, PSC എക്സാം ഉണ്ടായിരുന്നു. അതല്ലേ, അപ്പൊ അതൊന്ന് റെക്കോർഡ് ഒന്ന് കാണണം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ ഒന്ന് കാണാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സാറ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ലൈവ് ക്ലാസ് പോലെ ഒരു ക്ലാസ് തരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിയർ ചെയ്ത് പോകാം. ഇനി നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വെച്ചാൽ ഒരു ക്ലാസ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ ചാപ്റ്ററുകളും നമുക്ക് ഫസ്റ്റിലേ ഉള്ളൊരു ബുദ്ധിമുട്ട് ചിലപ്പോ കുറച്ച് ഗ്യാപ്പ് ഇട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ചില കുട്ടികളൊക്കെ ആയിട്ട് വീണ്ടും കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ എന്റെ പേര് ട്രീസ, മറന്നുപോയോ? ക്ലിയർ ആയിട്ടുണ്ടാവില്ല അല്ലെ?
അപ്പോ കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആദ്യത്തെ ഒരു ഇതുണ്ടാകുള്ളൂ. പക്ഷെ നമ്മൾ ഒരു 1 week ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട് വന്നു കേട്ടോ. ആദ്യത്തെ ഒരു ചിലപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് എന്ത് തോന്നി? പാടായിട്ട് തോന്നിയോ? ഇനിയുള്ളത് പാടായിരിക്കുന്നാണ് വിചാരിച്ചത്? ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ കുഴപ്പമില്ല. ഓക്കെ. അപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും അതുപോലെ തന്നെ എല്ലാ സെക്ഷനുകളെ കുറിച്ചും അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ ക്ലാസ്സിലും നമുക്ക് വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഓരോ ടീച്ചേഴ്സിന് നോട്ട്ബുക്കിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ലെക്ചർ നോട്ട് പോലെ ലെക്ചർ നോട്ടിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് എടുക്കും. അപ്പോ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയും. ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ആ ഒരു നിങ്ങളുടെ കോപ്പി ഉണ്ടല്ലോ PDF-ന്റെ, അതിൽ തന്നെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടയാളപ്പെടുത്തി പോകുക. ഇനി എക്സ്ട്രാ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. അല്ലെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന PDF എന്താണോ അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുള്ളൂ. എക്സ്ട്രാ പുറത്തുനിന്ന് വേറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ. അപ്പൊ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് പഠിക്കേണ്ട നോട്ട് അണ്ടർലൈൻ ചെയ്യാനുള്ള അത് പറഞ്ഞു തരും നമുക്ക്. പറഞ്ഞു തരും. നമുക്ക് ഓരോ ടീച്ചേഴ്സ് എടുക്കുമ്പോ ഇപ്പൊ ഇന്ന ടോപ്പിക്കില് ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തി പോവുക. പിന്നെ അതിൽ കൂടുതൽ എക്സ്ട്രാ നമുക്ക് നോട്ടിന്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു നോട്ട് റഫ് പോലെ കയ്യിൽ കരുതണമെങ്കിൽ കരുതിക്കോ, നിർബന്ധമില്ല. എക്സ്ട്രാ ഓരോ ടീച്ചേഴ്സിന് നോട്ട് വേണമെന്നൊന്നും പറയുന്നില്ല. നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് PDF-നുള്ളിൽ തന്നെ ഉള്ളതാണല്ലോ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോ എന്തെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിന്റെ PDF എനിക്ക് കിട്ടിയില്ലായിരുന്നു. PDF നിങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ല. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ PDF? ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. ഇനി ആർക്കാണ് കിട്ടിയില്ല എന്ന് പറഞ്ഞത്? അതിന് എങ്ങനെ എടുക്കാം? നിങ്ങളുടെ ക്ലാസ് റൂം ഗ്രൂപ്പിലാണോ? എങ്ങനെയാണ് അത് ഷെയർ ചെയ്ത് തന്നത്? ക്ലാസ് റൂമിലുണ്ട്. ക്ലാസ് റൂമിലുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ക്ലാസ് റൂമിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡൗട്ട്. ചോദിച്ചു. നമുക്ക് നോട്ട്സ് വേറെ തരുമോ ഈ ടെക്സ്റ്റ് തന്ന പോലെ PDF ആയിട്ട്? ഇല്ല, നോട്ട്സ് നമുക്കില്ല കേട്ടോ. നമുക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തന്നിരിക്കുന്ന PDF-ന്ന് ഓരോ ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും എക്സാമിന് വരുന്നത്. വേറെ നമ്മൾ അതിന് സെപ്പറേറ്റ് നോട്ട്സിന്റെ ആവശ്യം വരുന്നില്ല. ഇനി എന്തെങ്കിലും എക്സ്ട്രാ മീനിങ്ങോ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് വളരെ ഷോർട്ട് ആയിട്ട് തരും. അത് നമ്മുടെ PDF-ൽ തന്നെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു നോട്ട്സ് ഓരോ ടീച്ചേഴ്സിനും വേണ്ടി നോട്ട്സ് എടുക്കേണ്ട ആവശ്യമില്ല. മാം, ഈ കഴിഞ്ഞ ക്ലാസ് നമുക്ക് ഇതിൽ നിന്ന് റെക്കോർഡ് ക്ലാസ് എടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് ആണോ? അതെ, കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് എടുക്കാൻ പറ്റുമോ? കേട്ടോ, അതിനൊരു ടൈം ഉണ്ട്. അപ്പൊ ആ ടൈമിൽ കറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻട്രൊഡക്ഷനിൽ തന്നെ. ഇപ്പൊ ഏതെങ്കിലും ക്ലാസ് മിസ് ആവുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുക. ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റിന്റെ കാര്യമൊക്കെ അറിയാലോ? പറഞ്ഞായിരുന്നോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞില്ലല്ലോ. നമ്മൾ എടുക്കുന്ന നമ്മള് ഇപ്പൊ ഒരു ദിവസത്തില് ഇപ്പൊ നമുക്ക് ഒരു പീരീഡില് എത്ര പോർഷൻസ് ആണോ, എത്ര ഭാഗമാണ് എടുത്തത്, അത്രയും ഭാഗത്തുനിന്ന് 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ ഡെയിലി നമുക്ക് തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമ്മൾ ആ ഒരു പകുതി ക്ലാസ് പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതെ മാം, നമുക്ക് ഗ്രൂപ്പിനകത്ത് ടെക്സ്റ്റ് ബുക്സിന് വേണ്ടിയുള്ള ഒരു ഫോം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് എത്ര നാൾക്കകം ടെക്സ്റ്റ് ബുക്ക് കിട്ടും? ടെക്സ്റ്റ് ബുക്ക് പ്രിന്റഡ് ആയിട്ടുള്ളതാണോ ഉദ്ദേശിച്ചത്? അതെ, ഗ്രൂപ്പിൽ ഒരു ഫോം വന്നിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർ ഫില്ല് ചെയ്തിടാന്ന് പറഞ്ഞ്. അപ്പൊ അത് ഉടനെ തന്നെ കിട്ടും കേട്ടോ. എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അധികം താമസിക്കാതെ തന്നെ കിട്ടും കേട്ടോ, പ്രിന്റഡ് ആണെങ്കിൽ. മാം, ഇതിലിടുന്ന PDF നമുക്കത് പ്രിന്റ് എടുത്തൂടെ? പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം. അല്ല, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഫോമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പ്രിന്റ് എടുത്താലും മതി. നിങ്ങൾ ടോട്ടലി ഒരുമിച്ച് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസം നോക്കുന്നത്
ഓരോ അതനുസരിച്ചിട്ട് നോക്കി പോകാം. പിന്നെ പ്രത്യേകം പറയാണ്, ഓരോ ടീച്ചേഴ്സ് ക്ലാസ് ഇപ്പോൾ 2-3 ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റർ, ആ ചാപ്റ്റർ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാവാൻ വേണ്ടി ആ ഇന്നത്തെ ഡേറ്റ് ഇടാ, ടീച്ചറിന്റെ പേരും ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ. അപ്പൊ ഈ ടീച്ചർ ഇതുവരെ എടുത്തു, പിന്നെ ദിവസം ഈ ഒരു ഇപ്പോ ഞാനിപ്പോ ഇന്ന് ക്ലാസ് തുടങ്ങണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ മുകളിൽ എഴുതാം, ടീച്ചറിന്റെ പേര് എഴുതാം. ദെൻ ഇന്ന് എവിടം വരെയാണ് നമ്മൾ എടുക്കുന്നത് അതുവരെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ, ഇതുവരെ നമ്മൾ എടുത്തത്. അപ്പൊ നിങ്ങൾക്കൊരു പിറ്റേ ദിവസം ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ പല ടീച്ചേഴ്സ് എടുക്കുന്നത് കൊണ്ട് ഏത് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ എവിടം വരെ നിർത്തി എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. അത് കൃത്യമായിട്ട് ചെയ്തു പോയാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ നമ്മുടെ ക്ലാസ്സുകൾ 1 മണിക്കൂറാണ് ക്ലാസ്. അപ്പൊ മാക്സിമം ക്ലാസ് നമ്മള് അതില് നിങ്ങൾക്ക് ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഓൾറെഡി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ഡൗട്ട്സ് അയച്ചോളൂ, അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. അല്ലാതെ നമുക്ക് ക്ലാസ്സിനുള്ളിൽ അധികം ഇന്ററാക്ഷൻസ് കാര്യങ്ങൾ വരുന്നില്ല. കാരണം 1 hour ആണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകാനുണ്ട്. ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കണം. സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. വലിയ ബോറടിപ്പിക്കണമൊന്നും ഇല്ല, ചെറിയ പോർഷൻ മാത്രം എടുക്കുന്നുള്ളൂ. ദെൻ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ വാർഡ്സ് എന്നുള്ളത്. ആ മൊഡ്യൂളിലെ കറക്റ്റ് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കില്ല പോകുന്നത്. മൊഡ്യൂൾ 1 ചാപ്റ്റേഴ്സ് ആണ് ടീച്ചേഴ്സ് എടുക്കുന്നത് കേട്ടോ. ആ കറക്റ്റ് ഓർഡർ നിങ്ങൾ നോക്കണ്ട. ഓരോ ചാപ്റ്ററുകളും മൊഡ്യൂൾ 1 തന്നെയാണോ കൺഫേം ചെയ്യാൻ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേരെന്തായിരുന്നു? എന്റെ പേര് പേരെന്താ മാം, ഒന്നുകൂടെ പറയോ? മ്യൂട്ട് ചെയ്തിട്ടുള്ള പേര് പറയാവോ? പേര് കമന്റ് ചെയ്യാൻ. നിങ്ങള് ഡൗട്ട്സ് ഇതാക്കണ്ട. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം അല്ലെ, ഡിസ്റ്റർബ്സും കാര്യങ്ങളൊക്കെ ഒരാളെ മ്യൂട്ട് ചെയ്ത് അവിടുത്തെ വീട്ടിലെ ബഹളങ്ങളും ഒച്ചയൊക്കെ കേൾക്കും. സോ ലാസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് എന്താണോ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഇപ്പോ കേൾക്കാത്തതോ അല്ലെങ്കിൽ വോയിസ് ബ്രേക്ക് ആവുകയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് ആദ്യം എടുത്തത്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഹോസ്പിറ്റൽ വാർഡ്സ് അല്ലെ. നമുക്കറിയാം ഈ കൂട്ടത്തിൽ ഇപ്പൊ പറഞ്ഞു ഹോസ്പിറ്റലായിട്ട് ഇപ്പൊ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മേഖലയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. എങ്കിൽ ഒന്നും അറിയാത്തത് അറ്റ്ലീസ്റ്റ് നമുക്കൊരു പനിയോ ചുമയോ വന്ന് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ മരുന്ന് വാങ്ങിച്ച് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് വരുന്നവരുണ്ടാകും ഈ ഭൂരിഭാഗം ആളുകൾ അല്ലെ. അതിൽ പുറമെ ഒരു ഹോസ്പിറ്റൽ എന്താണെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എത്ര സെക്ഷൻ ഉണ്ടെന്നോ എന്തൊക്കെയാണെന്നോ ഒന്നും അറിയില്ലാത്തവരായിരിക്കാം നമ്മൾ അല്ലെ. കുഴപ്പമില്ല, ഇന്ന് തുടങ്ങി നമ്മള് പുതിയൊരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ സെക്ഷനിലെ പഠിച്ചിട്ട് നമ്മൾ നാളെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ്. സോ എന്ത് ചെയ്യാം, നല്ല രീതിയിലൊക്കെ ഒന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹോസ്പിറ്റൽ വാർഡ്സ് നമുക്കറിയാം. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുമ്പോഴാണ് നമ്മളിപ്പോ വാർഡിൽ അഡ്മിറ്റഡ് ആവുന്നതൊക്കെ പറയാറുണ്ട് അല്ലെ. റൂമിലോ അല്ലെങ്കിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് അല്ലെ. ഭൂരിഭാഗം പേഷ്യൻസും വാർഡിലായിരിക്കും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളോ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ ചിലപ്പോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ വാർഡിൽ നമ്മൾ അഡ്മിറ്റ് ആവാറുണ്ട് അല്ലെ. ഇനി ഒരു ഹോസ്പിറ്റലിലെ വാർഡ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ട് എല്ലാവരും. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഒക്കെ തരണേ. ഇപ്പൊ കമന്റ്സ് ആയിട്ടോ അങ്ങനെ ഒന്ന് തംസ് ഒക്കെ ചെയ്യാട്ടോ, റിപ്ലൈ ഒക്കെ ഒന്ന് തരാം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നാലല്ലേ ക്ലാസ്സിന് ഒരു ഇതുണ്ടാകുള്ളൂ. ഓക്കെ അല്ലെ. അപ്പൊ നമ്മള് എല്ലാവരും തന്നെ ഹോസ്പിറ്റൽ വാർഡ് കണ്ടിട്ടുള്ളവരാണ് അല്ലെ. ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ വാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ PDF-ലെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടോ?
ഡെഫിനിഷൻ ക്ലിയർ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? ഡെഫിനിഷൻ ഉണ്ടോ PDF-ല്? ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, ചിലവർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ ഉണ്ട്, നമുക്ക് അതൊന്ന് വായിക്കാം. സെയിം PDF ആണ്. PDF-ലെ ഒന്നും കറക്ഷൻ ഉണ്ട് കുറച്ച്, അതൊന്ന് ക്ലിയർ ആക്കി തരാം. കറക്ഷൻ വേറെ ഒന്നും ഇല്ല, കുറച്ച് ഓർഡർ ഒന്ന് മാറിക്കിടക്കുകയാണെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വായിക്കുന്നതനുസരിച്ച് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഡെഫിനീഷൻ ആണ് ഈ താഴെ വന്ന് കിടക്കുന്നത്, കണ്ടോ? സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ താഴെ ഡെഫിനീഷൻ ആണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ദിവസം ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ജസ്റ്റ് ഒന്ന് ഓർഡർ PDF-ൽ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ആയി കിടക്കുന്നുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ടെൻഷൻ ആവേണ്ട, ക്ലിയർ ചെയ്ത് തരാം. അപ്പോ നമുക്ക് ഫസ്റ്റ് വൺ പറയാം. ഒരു വാർഡ് അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വാർഡ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഈ വാർഡിനുള്ളിൽ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? ഒരു വാർഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. എന്തൊക്കെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു, ഒരു വാർഡിലേക്ക് നമ്മൾ ചെന്നു, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു വാർഡ് എന്ന് പറയുന്നത് ഒരു റൂം പോലെയാണോ വാർഡ്? ആണോ? അല്ല, വ്യത്യാസമുണ്ട് അല്ലെ. എന്താണ് വ്യത്യാസം? ബെഡ് ഉണ്ട്. ഒരു ബെഡാണോ, രണ്ട് ബെഡാണോ, എത്ര ബെഡാണോ ഒരു വാർഡിലുള്ളത്? ബെഡ്സ് ഉണ്ട് അല്ലെ, ബെഡ്സ് ഉണ്ട്, പേഷ്യൻസ് ഉണ്ട് അല്ലെ, മെനി ബെഡ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. ദെൻ ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഡെഫിനിഷൻ കുറച്ച് മാറിക്കിടക്കുകയാണ്, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കിടക്കുന്നുള്ളൂ. പേടിക്കണ്ട, അത് ക്ലിയർ ചെയ്ത് അടുത്ത ദിവസം തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഡെഫിനിഷൻ ആണ് വായിക്കാൻ പോണത്, ശ്രദ്ധിക്കുക. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long-term or short-term depending upon the severity of condition. Definition കണ്ടായിരുന്നു വായിച്ചത്. ജസ്റ്റ് ഓർഡർ ഒന്ന് തെറ്റിക്കിടക്കുകയാണ്. ഫസ്റ്റിലാണ് ഡെഫിനിഷൻ വരേണ്ടത്. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ശ്രദ്ധിച്ചോ വായിച്ചത്? ഓക്കെ, അതൊന്ന് ഓർഡർ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോ ഡെഫിനിഷനിൽ പറയുന്നത് വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിനുള്ളിലെ ഒരു റൂമാണ് ഈ വാർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് വാർഡ് എന്ന് പറയുന്നത്. ദെൻ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ. നിങ്ങൾ പറഞ്ഞു അവിടെ ഒത്തിരി ബെഡ്സ് ഉണ്ട്, ഒന്നോ രണ്ടോ ബെഡ്സ് അല്ല. ദെൻ ഒരു 10 അല്ലെങ്കിൽ അതിന്റെ ഒരു റൂമിന്റെ സ്പേസ് അനുസരിച്ചുകൊണ്ടുള്ള ബെഡ്സ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഫോർ മെനി പീപ്പിൾ, ഒരുപാട് പേഷ്യൻസിന് വേണ്ടിയിട്ട് അവിടെ ഒത്തിരി ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Then people who need similar treatment, ചിലപ്പോ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് ഏകദേശം എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ്സുകളും കാര്യങ്ങളും തന്നെയായിരിക്കും. Then stay can be long term or short term depending upon the severity of condition. എന്താ സെവറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെവറിറ്റി മീൻസ് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം ചിലപ്പോ. സെവറിറ്റി ചില തീവ്രത, അതായത് നമ്മുടെ രോഗത്തിന്റെ കാഠിന്യം അല്ലെ. ഇപ്പൊ പനി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാഠിന്യം, തീവ്രത ഒന്ന് എഴുതി വെച്ചോളൂ. മലയാളത്തിൽ തന്നെ അതിന്റെ മീഡിയം ഒന്ന് ജസ്റ്റ് ഒന്ന് പേനയും കൊണ്ടോ പെൻസിലും കൊണ്ടോ ഒന്ന് എഴുതി വെച്ചോളൂ. സെവറിറ്റി എന്ന് വെച്ചാൽ തീവ്രത, നമ്മളുടെ അസുഖത്തിന്റെ തീവ്രത, രോഗത്തിന്റെ തീവ്രത. Then stay can be long term or short term depending upon the severity condition. നമ്മുടെ അസുഖത്തിന്റെ കാഠിന്യം എന്താണോ അതനുസരിച്ചുകൊണ്ടാണ് നമ്മള് വാർഡില് നമ്മളെ ഡോക്ടർ നമ്മളെ കിടത്തുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു പനിയോ അങ്ങനെ മറ്റെന്തെങ്കിലും ചുമയൊക്കെ ആയിട്ട് ചെന്നു, അപ്പോ ചിലപ്പോ 5 ദിവസത്തെ ഇഞ്ചക്ഷൻ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ നമ്മളോട് 5 ദിവസമായിരിക്കും നമ്മള് വാർഡിൽ കിടക്കുന്നത്. ദെൻ 5 ദിവസം കഴിഞ്ഞ് ഇഞ്ചക്ഷൻ 5 ഡേയ്സിന്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ ചില കേസുകളിൽ ചിലപ്പോ 5 ദിവസം ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടും പേഷ്യൻസിന് കുറവൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ നെക്സ്റ്റ് വേറൊരു ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ നമുക്ക് ഒരു 5 ഡേയ്സ് കൂടി അല്ലെങ്കിൽ ഒരു 2 ഡേയ്സ് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളോട് 2 ദിവസം കൂടി കിടക്കാനൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് നോർമലി കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ 5 ദിവസത്തേക്കായിരിക്കും ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ 7 ദിവസത്തേക്കായിരിക്കും ഇഞ്ചക്ഷൻ തരുന്നത്. ഇപ്പൊ നമ്മളുടെ അപ്പുറം ഇപ്പുറം വേറെ പേഷ്യൻസ് ഒക്കെ വാർഡിൽ കിടക്കുന്നുണ്ട്. എല്ലാവരെയും സെയിം ഒരേ ദിവസം അഡ്മിറ്റ് ചെയ്ത് ഒരേ ദിവസം തന്നെയാണോ ഡിസ്ചാർജ് ചെയ്യുന്നത്? ആണോ? അങ്ങനെയാണോ? ഇപ്പൊ നമ്മളുടെ ഒപ്പം കിടക്കുന്ന ഒരു പേഷ്യന്റ്, നമ്മളുടെ തൊട്ടപ്പുറത്ത് വേറെ ഒരു പേഷ്യന്റ് കിടക്കുന്നു, സെയിം നമ്മൾ ഡിസ്ചാർജ് ആയ ആ ടൈമിൽ തന്നെയാണോ ഡിസ്ചാർജ് ആക്കുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ അസുഖമല്ല ആൾക്ക്, നമ്മളുടെ രോഗത്തിന്റെ തീവ്രതയല്ല നമ്മളുടെ അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ആൾക്ക് അല്ലെ.
സോ രോഗത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അസുഖത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ടാണ് ചിലപ്പോൾ ലോങ് ടൈം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേമില് ചിലപ്പോൾ 5 ദിവസം മതിയായിരിക്കും. 5 ദിവസം കൊണ്ട് ആള് ഓക്കെ ആയി, ഇഞ്ചക്ഷനും അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് 5 ദിവസം കൊണ്ട് ഓക്കെ ആയെങ്കിൽ എന്ത് ചെയ്യും? ആളെ ഡോക്ടർ 5 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യും. ദെൻ അത് വേറൊരു കേസിൽ നമ്മൾ കുറച്ച് 5 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് അങ്ങനെ കുറവൊന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരു 2 ദിവസം കൂടി അഡ്മിറ്റഡ് ആക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 ദിവസം അഡ്മിറ്റഡ് ആക്കേണ്ടി വരും. സോ ഓരോ പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ, രോഗത്തിന്റെ തീവ്രത അനുസരിച്ചുകൊണ്ടാണ് ആള് ലോങ് ടേം അഡ്മിറ്റ് ആകണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം അഡ്മിറ്റ് ആവണോ എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് എന്താണ് വാർഡ് എന്നുള്ളൊരു അത്യാവശ്യം ഒരു ഔട്ട്ലൈൻ കിട്ടിയോ? ഇനി വാർഡ് എന്താണെന്ന് ചോദിക്കുമ്പോ ഒന്നും അറിയാത്തൊരവസ്ഥ ആർക്കില്ലല്ലോ. ക്ലിയർ ആയി? ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഒരു വാർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലില്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് വാർഡ് എന്ന് പറയുന്നത്. നമുക്ക് പറയുന്നത് പോലെ അത്യാവശ്യം ഒരു നീളത്തിലുള്ള ഒരു ലോങ് റൂം ആയിരിക്കും. ദെൻ അവിടെ ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേഷ്യൻസിന് വേണ്ടി. ദെൻ എല്ലാവർക്കും ചിലപ്പോൾ ഒരേ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്സുകളായിരിക്കും ഫോളോ ചെയ്യുന്നത്. രോഗത്തിന്റെ കാഠിന്യം അല്ലെങ്കിൽ തീവ്രത അനുസരിച്ചുകൊണ്ടാണ് ഒരു പേഷ്യന്റ് എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത്. ഒരേപോലെ അഡ്മിറ്റ് ആയി ഒരേപോലെയല്ല ഡിസ്ചാർജ് ആയി പോകുന്നത്. ഓക്കെ, അത്രയും ഓക്കെയാണോ? ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെയാണ്? ഓക്കെ, അപ്പോ എന്താണ് വാർഡ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടി. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. നെക്സ്റ്റ് നോക്കുന്നത് അപ്പൊ വാർഡ് എന്താണെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് പർപ്പസ് എന്ന് വെച്ചാൽ ഉദ്ദേശങ്ങള്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഒരു വാർഡ് എന്നുള്ള ഒരു സബ്ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്? വാർഡിന് പുറമെ നമുക്കറിയാം റൂമുകളുണ്ട് ഇല്ലേ? റൂമുകളിൽ സെപ്പറേറ്റ് റൂമില് ഇപ്പൊ വാർഡ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റൂമിലായിരിക്കും കിട്ടുന്നത് അല്ലെ. റൂമിന് കുറച്ച് റെന്റും നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വാർഡിന് അത്ര ചാർജും ഇതൊന്നും വരുന്നില്ല. സോ അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ്, ഉദ്ദേശം എന്താണെന്ന് ഇങ്ങനെയുള്ള ഒരു വാർഡ് ഒന്ന് ആലോചിച്ചിട്ട് നോക്കിയേ. എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും വാർഡില്, ഹോസ്പിറ്റലിനുള്ളിൽ വാർഡ് എന്നുള്ള ഒരു സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും? നിങ്ങളുടെ അറിവില് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗസ്റ്റ് ചെയ്ത് നോക്കൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാലോ. ആർക്കൊരു ഐഡിയ ഇല്ല? റെന്റ് പറയാമോ? റെന്റ് കുറവാണ്. ഓക്കെ, അതൊരു മണിയുടെ ഒരു പ്രശ്നമുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് നോർമലി ഒരു എന്താ പറയാ ഒരു ആവറേജ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ചിലപ്പോ റൂമില് സെപ്പറേറ്റ് റൂം എടുത്ത് കിടക്കാനൊന്നും ചിലപ്പോ ക്യാഷ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാം അല്ലെ. പേഷ്യൻസിന്റെ ഹെൽത്ത് നോക്കാം. സ്റ്റേ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ദെൻ മണിയുടെ കാര്യം എടുക്കാം, ഡയഗ്നോസിസ് എടുക്കാം അല്ലെ. ഡയഗ്നോസിസ് അത്യാവശ്യം PDF ഒക്കെ നോക്കിയിട്ടാണെന്ന് തോന്നുന്നു പറയുന്നത് ആണോ? PDF ലേക്ക് പോകണ്ട, നമ്മളുടെ മനസ്സിൽ എന്തൊക്കെയാണോ അത് പറയാം കേട്ടോ. ബെറ്റർ ട്രീറ്റ്മെന്റ്, ഓക്കെ, ബെറ്റർ ട്രീറ്റ്മെന്റ് ചെയ്യാം, നല്ലൊരു ഹെൽത്ത് കെയർ ഒക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് PDF ലേക്ക് പോകാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നഴ്സിംഗ് കെയർ. ഓക്കെ, ദെൻ PDF ലേക്ക് വായിക്കാം. പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഓർഡർ ആയിട്ട് ഞാൻ വായിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനകത്ത് ഓർഡർ കുറച്ച് വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നുണ്ട്, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ എന്താണെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞായിരുന്നു ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ട്. എന്താ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? ഡയഗ്നോസിസ് ചിലപ്പോൾ ടേമുകളും കാര്യങ്ങളും അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് ചോദിക്കുന്നത്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സയൻസ് ഒക്കെ ബേസിക് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിനൊക്കെ കുറച്ചുകൂടി സയൻസ് എടുത്തവരുണ്ടോ ഈ കൂട്ടത്തില്? സയൻസ് സബ്ജക്ട് എടുത്ത് പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടോ? +2 അങ്ങനെ ഡിഗ്രി ലെവൽ ഏതെങ്കിലും ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമല്ലോ അതാ ചോദിച്ചത്. നമ്മൾ എല്ലാ ലെവലിലുള്ള സ്റ്റുഡൻസിനെയും കൂടി കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അറിയാൻ പാടില്ലാത്തത്. നിങ്ങൾ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചോളൂ കേട്ടോ. ഡയഗ്നോസിസ് മീൻസ് രോഗനിർണയം, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അല്ലെ. നോക്കാം, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സ. ടു ഫൈൻഡ് ഡിസീസസ് ആൻഡ് ട്രീറ്റ്മെന്റ്. രോഗം കണ്ടുപിടിക്കാൻ ട്രീറ്റ്മെന്റ്. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഡോക്ടറെ വന്ന് കണ്ടു, മെഡിസിൻ വാങ്ങിച്ചു, നമ്മൾ വീട്ടിൽ പോയി,
എങ്കിലും നമ്മുടെ അസുഖം ഒന്നും മാറണില്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ നമ്മൾ അഡ്മിറ്റ് ആക്കും അല്ലെ. അഡ്മിറ്റ് ആക്കിയതിനു ശേഷമാണ് ഓരോരോ ടെസ്റ്റുകളൊക്കെ നമുക്ക് എഴുതാറുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് ഒക്കെ ലഭിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് കറക്റ്റ് എന്താണ് നമ്മുടെ രോഗമെന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, ആ രോഗത്തിനോട് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. അതിനാണ് നമ്മളെ മെയിൻ ആയിട്ട് അഡ്മിറ്റ് ആക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മളെ വെറുതെ പിടിച്ച് ഹോസ്പിറ്റലിൽ കിടത്താറുണ്ടോ? വെറുതെ ഏതെങ്കിലും ഡോക്ടേഴ്സ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു വ്യക്തിനെ പിടിച്ചിട്ട് ഒരിക്കലും അഡ്മിറ്റ് ആക്കില്ല. സോ എന്താണോ ചിലപ്പോ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും അല്ലെ. അപ്പൊ ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ ടെസ്റ്റുകളുടെ റിസൾട്ടിൽ നിന്നൊക്കെയാണ് നമുക്ക് അതിനുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണ്. സെക്കൻഡ് പോയിന്റ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത്. നമ്മുടെ രോഗത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുക. അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നമ്മളുടെ ഹെൽത്തിനെ എന്ത് ചെയ്യാം, ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. മീൻസ് നമ്മുടെ ഹെൽത്ത് പഴയ പണിയിലേക്ക് ആക്കണ്ടേ. നമ്മള് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് എന്ത് പറ്റും, നമ്മുടെ ഇമ്മ്യൂണൊക്കെ കുറയും അല്ലേ. അപ്പൊ നമ്മുടെ ഹെൽത്ത് ഭയങ്കര എന്താ പറയാ വീക്കായി പോകും. സോ നമ്മള് ട്രീറ്റ്മെന്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഹെൽത്തിനെ വീണ്ടെടുക്കുക, നമ്മുടെ ആരോഗ്യം പഴയ പോലെ ആക്കുക അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് അഡ്മിറ്റഡൊക്കെ ആയി കുറച്ചൊക്കെ കഴിയുമ്പോൾ ആള് പഴയ പടി ഒക്കെ ആയി മാറും അല്ലെ. മൂന്നാമത്തെ പോയിന്റ്, ടീച്ചിങ്. ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ടീച്ചിങ് എന്ന് അർത്ഥമാക്കുന്നത് നമ്മള് ഒരു സ്കൂളിൽ പോയി ഒരു ടീച്ചർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് അല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ആ രോഗത്തെ കുറിച്ച് പഠിക്കുകയാണ്, ഒരു പഠനമാണ് അല്ലെ. രോഗം കണ്ടെത്തുകയാണ്. നമ്മൾ പറഞ്ഞു ഓരോ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് പോയിന്റ് മാത്രം നിങ്ങൾ എക്സാക്ട് പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്, ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സാക്ട് പോയിന്റ് എന്താണോ ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ദെൻ റിസർച്ച്. റിസർച്ചിന്റെ മലയാളം എന്താ? റിസർച്ചിന്റെ പറയുന്നത് എന്താ പറയാ, ഗവേഷണം അല്ലെ. ഓരോ അസുഖങ്ങളെ കുറിച്ചും അതിന് ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഗവേഷണം നടത്തുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. നിങ്ങൾ ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഷ്യൻസ് നഴ്സിംഗിന്റെ കെയർ ലഭിക്കാൻ വേണ്ടിയിട്ടെന്ന്. സെയിം ആ ഒരു പോയിന്റ് ആണ്. അതായത് കുറച്ചുകൂടി നഴ്സസിന്റെ കെയർ മറ്റും ലഭിക്കുക. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നഴ്സ് നമ്മളെ എപ്പോഴും മെഡിസിൻസ് 3 നേരം മെഡിസിൻസ് ഒക്കെ തരാനായിട്ട് വരും. അതുപോലെ ബാക്കി ടെമ്പറേച്ചറോ അല്ലെങ്കിൽ BP ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നിട്ട് നമ്മളുടെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും അല്ലേ. ചെയ്യാറുണ്ട് അങ്ങനെ? അല്ലെങ്കിൽ നമ്മള് വാർഡിലോ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ മാത്രമാണോ പേഷ്യൻസ്? നഴ്സ് വരാറില്ലേ ചെക്കിങ്ങിന് കാര്യങ്ങളൊക്കെ? ടെമ്പറേച്ചർ നോക്കും, ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? അപ്പൊ നഴ്സിന്റെ ഒരു പ്രത്യേകം ഒരു കെയർ ആണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. അപ്പൊ അതിനെയാണ് റെൻഡർ പ്രൊഫഷണൽ. റെൻഡർ മീൻസ് നൽകുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. റെൻഡർ മീൻസ് നൽകുക, ലഭിക്കുക. അതായത് നഴ്സസിന്റെയും മെഡിക്കൽ കെയർ നമുക്ക് ലഭിക്കുക. Then next point, to provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. ഒരു നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രഗ്സ് മീൻസ് മെഡിസിൻസ് അല്ലെ, മരുന്നുകളും ബാക്കി നമുക്ക് വേണ്ട ആവശ്യമുള്ള റിസോഴ്സുകൾ. എക്യുപ്മെന്റ്സ് നിങ്ങൾ പറഞ്ഞു വാർഡിൽ ഒത്തിരി എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വാർഡിലുള്ളത്? നിങ്ങൾ നിലവിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് ടെമ്പറേച്ചർ നോക്കുന്ന തെർമോമീറ്റർ എങ്കിലും കണ്ടിട്ടുണ്ടോ എക്യുപ്മെന്റ്സ്? അത് കാര്യം ശ്രദ്ധിച്ച് ചെയ്യാം. മോണിറ്ററും കാര്യങ്ങളും ഉണ്ടാകും. ടെമ്പറേച്ചർ ഒക്കെ നോക്കുന്നത്, BP നോക്കുന്നത്, ഓക്സിജൻ സിലിണ്ടർ, BP നോക്കുന്നത്, തെർമോമീറ്റർ പറഞ്ഞു. വേറെ എന്തൊക്കെയുണ്ട്? നെബുലൈസേഷൻ ചെയ്യാനായിട്ടുള്ള നെബുലൈസിംഗ് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോ അത്തരത്തിലുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള പൾസ് ഓക്സിമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡ്രഗ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യന്റ് കെയറുകളും ലഭിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുകൂടി പോയിന്റ് വായിക്കാം. ഞാൻ പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് അതിന്റെ അർത്ഥം വരുന്നു. ഓക്കെ, നോക്കാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗം നിർണ്ണയിക്കുക, അതിനുള്ള ചികിത്സ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന്. സെക്കൻഡ് വൺ, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യണം അല്ലെ, ആരോഗ്യത്തിന് പഴയപടി ആക്കണം. ടീച്ചിങ്, അതിനെ കുറിച്ചുള്ള പഠനം. റിസർച്ച്, ഗവേഷണം. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്, പേഷ്യൻസിന് നഴ്സിംഗിന്റെ നല്ലൊരു കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്.
Then last point, provide necessary equipments, essential drugs and all other stores requirement for patient care in an organized manner. നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനറിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടേഴ്സ് നഴ്സസ് വന്നിട്ട് മെഡിസിന്റെ കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ അവർ തന്നെയായിരിക്കും വന്ന് മെഡിസിൻസ് ഒക്കെ നമുക്ക് ആ ഒരു എത്ര ടൈമാണോ മെഡിസിൻസ് ആ ടൈമിൽ മെഡിസിൻസ് കാര്യങ്ങൾ കൊണ്ടുതരുന്നത്. ബാക്കി ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ്, ഒരു വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സും എല്ലാം ഒരു പ്രൊവൈഡ് ചെയ്തിരുന്നു. ബാക്കി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് ബെഡില് ഇപ്പൊ ബെഡ്ഷീറ്റ് ഉണ്ടാവും, പില്ലോ കവർ, ബാക്കി എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതെല്ലാം നഴ്സസിന്റെ ഭാഗത്തു നിന്നും മെഡിക്കൽ കെയർ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നു. ക്ലിയർ ആയോ? പർപ്പസ് ചെറിയ പോയിന്റുകളാണ്, അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, നമുക്ക് എക്സാക്ട് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ക്ലാസ് ഇനി നിങ്ങൾ നമ്മളിപ്പോ എടുത്ത ഒരു ഡെഫിനേഷനുമുണ്ട്, പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. അത് രണ്ടും ഒന്ന് വായിക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കാം. വായിക്കുമ്പോൾ വായിക്കാൻ പറയുന്നത് ജസ്റ്റ് വായിച്ച് ഓടിച്ചു വിടാനല്ല, വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് വായിക്കാം. ഇതാണ് ഒന്ന് മലയാളത്തിലൊന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ എന്തൊരു കാര്യവും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേലും എളുപ്പം കുറച്ചും കൂടി അതിനെ മനസ്സിലാക്കി പഠിക്കാം, അതിനോട് ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഒരു കാര്യം നമ്മള് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും വായിക്കരുത്, പോസിറ്റീവായിട്ട് അല്ലെ, അതിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളും. ഡെഫിനേഷൻ വായിക്കാം, ദെൻ പർപ്പസും ഒന്ന് വായിച്ചു നോക്കാം. ഓർഡർ ക്ലിയർ അല്ല എങ്കിലും ആദ്യം ഡെഫിനേഷൻ ആണ്, ദെൻ പർപ്പസ്. ഇത് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഡെഫിനേഷൻ ഒക്കെ വായിക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ എന്താണ് പാടെന്നുള്ളത് അപ്പൊ തന്നെ കയറിയിരിക്കണം. പിന്നീട് അത് പഠിക്കാനുള്ള മീൻസ് പിന്നീട് നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. നമ്മൾ അത്രയും ഓരോ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? വായിച്ചോ? ഓക്കെ, വായിച്ചിട്ട് വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാലോ? ഓക്കെ അല്ലേ? മാക്സിമം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പോ ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, അപ്പൊ നമ്മൾ ഡെഫിനേഷൻ നോക്കി. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു മാം? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് 1 hour ആണല്ലോ. 10:30 to 11:30, 11:30 to 12:30. ഓക്കെ, അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈം. 12:30 വരെയാണ് ക്ലാസ്. ഓക്കെ,
1 hour ആണ് നമുക്ക് ക്ലാസ് വരുന്നത്. ഡീറ്റെയിൽ പറഞ്ഞു തരുന്നില്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോ നമ്മള് ഡെഫിനേഷൻ നോക്കി, ദെൻ പർപ്പസ് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്, അതായത് ഒരു വാർഡിനുള്ളിലുള്ള സ്പേസുകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇതിലും ഒരു കുറച്ച് കറക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ക്ലിയർ ആക്കാം. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡില് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ ഏറ്റവും ടോപ്പില് ഒരു കോറിഡോർസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ ഡെഫിനേഷന്റെ അരികത്തായിട്ട്? ശ്രദ്ധിച്ചോ? കണ്ടായിരുന്നോ കോറിഡോർസ്? ഓക്കെ, ആ കോറിഡോർസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാർഡിൽ വരുന്നതാണ് കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. അത് ശ്രദ്ധിച്ചില്ല ടീച്ചർ, അത് എപ്പോഴാണ് ജസ്റ്റ് PDF നോക്കിയത്. അപ്പോ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാർഡില് പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ കോറിഡോർസ്, 3 എണ്ണമാണ് ന്യൂറോളജിയും ഒപ്താൽമോളജിയും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ അത് തെറ്റ് വരാതിരിക്കാനായിട്ട് പെൻസിൽ വെച്ചിട്ടോ പേന വെച്ചിട്ടോ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാർഡ് സ്പേസിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് കോറിഡോർസ് എന്ന് എഴുതി വെച്ചോളൂ. കോറിഡോർസ്, കോറിഡോർസ് ഈ മുകളിൽ ഏറ്റവും മുകളിൽ പോയി ടോപ്പിൽ ഒരു കോറിഡോർസ് എടുക്കുന്നുണ്ടോ? ആ കോറിഡോർസ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വാർഡിൽ വരുന്നതാണ് കേട്ടോ. ഈ സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ ബാക്കി ന്യൂറോളജിയും ഒപ്താൽമോളജിയും ഒന്ന് മാറിക്കിടക്കുന്നതാണ്. അത് നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്ത് തരാം, പേടിക്കണ്ട. സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ബാക്കി പേജിലൊന്നും കുഴപ്പമില്ല കേട്ടോ. ആ ഫസ്റ്റ് ഒരു പേജിലേ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആയി കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് വാർഡ് സ്പേസ്, അതായത് ഒരു വാർഡിനുള്ളിലെ മെയിൻ എന്തൊക്കെയാണ് ഘടകങ്ങൾ, ഫാക്ടേഴ്സിന് തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് 3 ഘടകങ്ങളാണ് ഉള്ളത്. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ കോറിഡോർസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ സൈഡില് ഒന്ന് PNC എന്നൊന്ന് എഴുതിയിട്ടോളൂ. നമുക്കൊരു കോഡ് വെച്ചിട്ട് പഠിക്കാം, എളുപ്പമായിക്കോട്ടെ. PNC, കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ് എന്ന് എഴുതാം. നമ്മൾ ആ PDF-ന്റെ സൈഡില് PNC എഴുതി എല്ലാവരും. ക്ലാസ് വെക്കുമ്പോ എപ്പോഴും പേന പെൻസിലോ കയ്യിൽ വെക്കണേ. ഓക്കെ, എഴുതിയോ? അപ്പോ PNC എന്ന് പറയുന്നത് എന്താണ്? P എന്ന് പറഞ്ഞാൽ പേഷ്യന്റ്, N മീൻസ് നേഴ്സ്, ദെൻ C മീൻസ് കോറിഡോർസ്. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്കൊന്ന് പഠിക്കാം അല്ലെ? PNC ഇതൊക്കെയാണ്. പേഷ്യന്റ് ഉണ്ട്, നേഴ്സ് ഉണ്ട്, കോറിഡോർസ് ഉണ്ട്. അപ്പോ ഇനി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചോളൂ. ദെൻ ജസ്റ്റ് കോഡൊക്കെ ഇട്ട് പഠിക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് കോഡ് വെച്ചൊക്കെ പഠിക്കാം അല്ലെ? അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. PNC, പേഷ്യന്റ്, നേഴ്സ്, കോറിഡോർസ്. ഫസ്റ്റ് വൺ, പേഷ്യന്റ് സ്പേസ്. എന്താ പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത്? പേഷ്യൻസ് മാത്രം അടങ്ങുന്ന ഒരു ഏരിയ ആണ് നമ്മൾ പേഷ്യന്റ് സ്പേസ്. ആ പറയുന്ന പോലെ തന്നെയാണ് അതിന്റെ മീനിങ്ങും. പേഷ്യന്റ് മാത്രം അടങ്ങുന്ന ഒരു ഏരിയ. ഇപ്പൊ വാർഡിനുള്ളിലെ പേഷ്യൻസ് കാര്യങ്ങളും മാത്രം വരുന്ന ഒരു ഏരിയയാണ് പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത്. ദെൻ നഴ്സിംഗ് സ്പേസ്. എന്താ നഴ്സിംഗ് സ്പേസ്? നമ്മള് വാർഡിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, നമ്മുടെ വാർഡില് ബെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? പേഷ്യൻസ് കിടക്കുന്ന ഒരു ഏരിയ. അതിൽ നിന്ന് കുറച്ച് ചിലപ്പോൾ അറ്റത്തായിട്ടൊക്കെ ചെറിയൊരു സ്പേസ് പോലെ നേഴ്സുമാരി ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. നഴ്സിംഗ് റൂം എന്നൊക്കെ പറയാം അല്ലെ? അതായത് അവിടെ അവരുടെ നമ്മളുടെ റെക്കോർഡുകളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മൾ എന്ത് കാര്യങ്ങൾക്കും എന്തെങ്കിലും നമുക്ക് ഇപ്പോ മെഡിസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ റൗണ്ട്സിന് വരുന്നത് എപ്പോഴാണോ അങ്ങനെയുള്ള നമ്മളുടെ ഡൗട്ട്സും കാര്യങ്ങളും നമ്മൾ വാർഡിൽ കിടക്കുമ്പോൾ ഈ നഴ്സിംഗ് റൂമിൽ പോയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ആണോ? അല്ലേ? അവിടെയുള്ള ആ നഴ്സസിന്റെ അടുത്തായിരിക്കും നമ്മൾ പോയിട്ട് ചോദിക്കുന്നത്. നഴ്സസ് സ്റ്റേഷൻ എന്നും പറയാം കേട്ടോ, ഏത് രീതിയിലും പറയാം അല്ലെ? അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നഴ്സിംഗ് സ്പേസ്, നഴ്സുമാരി ഇരിക്കുന്ന ഒരിടം. ദെൻ മൂന്നാമതായിട്ട് പറഞ്ഞതാണ് കോറിഡോർസ്. എന്താ കോറിഡോർസ് എന്ന് പറഞ്ഞാല്? നമ്മൾ നോർമലി കോറിഡോർസ് എന്ന് പറയുന്നത് എന്തിനാണ്? കോറിഡോർസ് മീൻസ് ഇടനാഴി എന്ന് പറയുന്നത് അല്ലെ? ഒരു ചെറിയൊരു സ്പേസ് പോലെ. ഇപ്പോ വാർഡിന്റെയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അതിനൊരു നടക്കാനൊക്കെ ഉള്ള ചെറിയൊരു സ്പേസ് ഉണ്ടാവും ഇല്ലേ?
വരാന്ത എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇടനാഴി, വരാന്ത എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോ അതിനെയാണ് നമ്മൾ കോറിഡോർസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഒരു വാർഡിന് 3 കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഘടകങ്ങളാണ് ഉള്ളത്. PNC എപ്പോഴും ഓർത്തിരിക്കുക, കോഡാണ്, മറന്നു പോകാതിരിക്കാനാണ് PNC എന്ന് പറയുന്നത്. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ കോറിഡോർസ്. പേഷ്യന്റ് സ്പേസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസുകൾ മാത്രം വരുന്നത്. നഴ്സിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. ദെൻ കോറിഡോർസ്, വരാന്ത അല്ലെങ്കിൽ എന്താ ഇടനാഴി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് വാർഡ് സ്പേസ് ഓക്കെ ആണോ? 3 PNC ഓർത്തിരിക്കുക. ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ പറയാൻ കഴിയണം PNC എന്ന്. ദെൻ ന്യൂറോളജി പറയാം കേട്ടോ, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പറയാമേ. അത് ഫസ്റ്റ് പേജിൽ മാത്രമാണ് കുറച്ച് മിസ്റ്റേക്ക് വന്നത്. അടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ന്യൂറോളജിയും ഒഫ്താൽമോളജിയും കിടക്കുന്നത് കണ്ടായിരുന്നോ? അത് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ എക്സാമ്പിൾ, അതിന്റെ പാക്കറ്റ് ബാലൻസ് ആണ് കേട്ടോ ന്യൂറോളജിയും ഒഫ്താൽമോളജിയും വരുന്നത്. കണ്ടോ? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ദെൻ ന്യൂറോളജി, ഒഫ്താൽമോളജി. അതിന്റെ ബാലൻസ് 2 ഇതിന്റെ ഇടയ്ക്ക് കയറിയെന്നുള്ളൂ. ഓക്കെ, റെഡിയാക്കാം കേട്ടോ. അത് നാളെ തന്നെ നമുക്കത് റെഡിയാക്കാം. അത് ജസ്റ്റ് ആ ഫസ്റ്റ് പേജിൽ മാത്രം ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ ചേഞ്ച് അയക്കുന്നതാണ് കേട്ടോ. ബാക്കി നമുക്ക് പഠിക്കാനുള്ളതെല്ലാം ഉണ്ട്. അപ്പൊ ആ ഓർഡർ അനുസരിച്ചിട്ടാണ് ഞാൻ വായിച്ചു പോകുന്നത്. അപ്പൊ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാർഡ് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അതിൽ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്, ആ PNC മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ടൈപ്സ് ഓഫ് വാർഡ്. കണ്ടോ? അപ്പൊ നമ്മൾ ഡെഫിനിഷൻ നോക്കി, ദെൻ പർപ്പസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ, അതിന്റെ ഉദ്ദേശങ്ങള്. ദെൻ അതിന് ശേഷം നമ്മൾ നോക്കിയത് ഒരു വാർഡിനുള്ളിൽ വരുന്ന 3 പ്രത്യേകമായിട്ടുള്ള ഘടകങ്ങൾ, കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് വാർഡ്. ഏതായിരുന്നു? PNC, പേഷ്യന്റ്, നേഴ്സ്, കോറിഡോർസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് വാർഡ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു, എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. എങ്കിലും ചില ഹോസ്പിറ്റലുകളിൽ ജനറൽ വാർഡ് ഉണ്ടാവും, അതുകൂടാതെ സെപ്പറേറ്റ് വാർഡുകൾ ഉണ്ടാവും ഇല്ലേ? ഏതൊക്കെയാണ് സെപ്പറേറ്റ് വാർഡുകൾ? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന വാർഡുകള്, സെപ്പറേറ്റ് ആയിട്ടുള്ള വാർഡുകളെ ഏതൊക്കെയാണ്? കമന്റ് ചെയ്യാമോ? സെപ്പറേറ്റ് ആയിട്ടുള്ള വാർഡുകള്, ജനറൽ വാർഡ് ഉണ്ടാവും, ഓൾറെഡി എല്ലാ പേഷ്യൻസും അഡ്മിറ്റഡ് ആയിട്ടുള്ള വാർഡുകളൊക്കെ ഉണ്ടാകും അല്ലെ. ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് എല്ലാ അസുഖങ്ങളൊക്കെ ഉള്ള ഒരു ജനറൽ വാർഡ് ഉണ്ടാവും. പീഡിയാട്രിക് വാർഡ് പറയാം. ദെൻ പ്രസവ വാർഡ്, ഓക്കെ, ലേബർ റൂം, സർജിക്കൽ വാർഡ് ഉണ്ട്, ഗൈനക് ഉണ്ട്, ദെൻ മെയിൽ വാർഡ് പറയുമ്പോൾ ഓൾറെഡി ഫീമെയിൽ വാർഡ് പറയണമല്ലോ. ഓക്കെ, ഫീമെയിലിന്റെ ഉണ്ടാവുക. ദെൻ NICU, ICU പറയുമ്പോ പിന്നെ PICU ഒക്കെ പറയണമല്ലോ. ഓക്കെ, സ്പെഷ്യൽ വാർഡുകൾ ഉണ്ടാകും അല്ലെ. ഓക്കെ, ഇതൊക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആണോ? ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വാർഡുകള് ചില ഹോസ്പിറ്റലിൽ, അതൊക്കെ ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും അല്ലെ. അതുപോലെ എന്താണ് ഇപ്പൊ ഫീവർ വാർഡും ഉണ്ടല്ലോ പുതുതായിട്ട് അല്ലെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊറോണ ഇതിനൊക്കെ കഴിഞ്ഞപ്പോ സെപ്പറേറ്റ് ആയിട്ട് പനിക്കാർക്ക് മാത്രമായിട്ട് പനി വാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞു ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഒറ്റ വാർഡ് ഉണ്ടാവുള്ളൂ, ജനറൽ വാർഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക അല്ലെ. ജനറൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള അസുഖക്കാരും ആ ഒരു വാർഡിലായിരിക്കും ഉണ്ടാകുന്നത്. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള തരത്തിലുള്ള സ്പെഷ്യൽ വാർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ടുള്ളതായിരിക്കില്ലേ. ഡെവലപ്പ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ എന്താ പറയാ, ഒരു പീഡിയാട്രിക് വാർഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പീഡിയാട്രിക് ഡോക്ടർ വേണം. ഇപ്പൊ ഒരു ഗൈനക് വാർഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും ഇല്ലേ. ഒരു ഗൈനക്കോളജിസ്റ്റ് ഇല്ലാണ്ട് ഒരു ഗൈനക്കോളജിസ്റ്റിന് സെപ്പറേറ്റ് വാർഡ് വെച്ചിട്ട് കാര്യമുണ്ടോ? അതിന്റെ ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പോ അറ്റ്ലീസ്റ്റ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലുകളിലാണ് ഇതുപോലെയുള്ള സ്പെഷ്യൽ വാർഡുകൾ വരുന്നത്. അപ്പോ ടൈപ്സ് ഓഫ് വാർഡില് നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് വാർഡുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ജനറൽ വാർഡ്. നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ ഒറ്റൊരു ജനറൽ വാർഡായിരിക്കും ഉണ്ടാകുന്നത്. കോമൺ ആയിട്ട് വരുന്ന എല്ലാ അസുഖങ്ങളും ഈ ജനറൽ വാർഡിൽ തന്നെയായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ സ്പെഷ്യലൈസ്ഡ് വാർഡ്. സ്പെഷ്യലൈസ്ഡ് വാർഡാണ് നിങ്ങളിപ്പോ കമന്റ്സിലൂടെ പറഞ്ഞ ഗൈനക് വാർഡ് വരും, ഫീമെയിൽ വാർഡോ അല്ലെങ്കിൽ പീഡിയാട്രിക് വാർഡ് അല്ലെ. കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള
എന്താണ് ഗൈനക്കിന്റെ ഡോക്ടേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ പീഡിയാട്രിക് ഡോക്ടർ ഉണ്ടാകും, സർജറിക്കുള്ള സർജൻ ഉണ്ടാകും. അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉള്ള ഇടങ്ങളിലാണ് അത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ രണ്ടെണ്ണമാണ് ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും. ദെൻ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെയാണെന്നാണ് എക്സാമ്പിൾ നോക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, കോമൺ ആയിട്ടുള്ളതാണ്. സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ പറയാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ്. എക്സ്പെഷ്യലി ഫോർ ആർക്ക് വേണ്ടിയിട്ടാണ് ഗൈനക് ആൻഡ് മെറ്റേണിറ്റി വാർഡ്? എസ്പെഷ്യലി ഫോർ ആർക്ക് വേണ്ടിയിട്ടാണ് ഗൈനക്കും മെറ്റേണിറ്റി വാർഡും? ഫീമെയിൽ വാർഡാണ് അത് അല്ലെ, ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. വുമൻസിന് വേണ്ടിയിട്ടുള്ള വാർഡ്. സെക്കൻഡ് വൺ ഓങ്കോളജി. ഓങ്കോളജി എന്ന് വെച്ചാൽ എന്തിനെ കുറിച്ചുള്ളതാണ്? ഓങ്കോളജി ഓങ്കോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ക്യാൻസർ. അപ്പൊ എന്ത് ചെയ്യാം, സൈഡിൽ ഒന്ന് എഴുതിയിട്ടോളൂ, ഓങ്കോളജിയുടെ അവിടെ തന്നെ എഴുതിയിട്ടോളൂ, ക്യാൻസർ എന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. സ്റ്റഡി ഓഫ് ക്യാൻസർ, ഓങ്കോളജി. അതിന് താഴെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുകളിലായിട്ട് സ്റ്റഡി ഓഫ് ക്യാൻസർ എന്ന് എഴുതിക്കോളൂ. അറിയാം കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയാൻ പാടില്ലാത്തവരുണ്ടാവുമല്ലോ. ഓങ്കോളജി, സ്റ്റഡി ഓഫ് ക്യാൻസർ. ഞാൻ പറയുമ്പോ എഴുതി പോണേ, എന്റെ ഒപ്പം തന്നെ എഴുതി പോയിക്കോളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ലാലോ, പറയുമ്പോ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ഓങ്കോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ക്യാൻസർ. ഇനി ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് മെഡിസിൻ, സർജറി. ഇപ്പോ ഈ ക്യാൻസർ പേഷ്യൻസിന് തന്നെ മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ഇപ്പോ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? ഇപ്പൊ കീമോ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസുകളും ഉൾപ്പെടാം. അതിനെയാണ് ഓങ്കോളജി വാർഡ്. ഓങ്കോളജി വാർഡില് വേറെ മറ്റ് അസുഖങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ക്യാൻസർ പേഷ്യൻസ് മാത്രമായിരിക്കും അവിടെ ആ വാർഡിൽ കഴിയുന്നത്. ഓക്കെ, മൂന്നാമത്തത് നോക്കാം, നെഫ്രോളജി. എന്താ നെഫ്രോളജി? എന്തുമായിട്ടാണ് നെഫ്രോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്? കിഡ്നി അല്ലെ, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റും വരുന്ന പേഷ്യൻസ്. ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്. അതുപോലെ തന്നെ കാർഡിയോളജി ആൻഡ് CTVS. കാർഡിയോളജി എന്ന് വെച്ചാൽ ഹൃദയ സംബന്ധമായിട്ടുള്ളത്. CTVS എന്ന് വെച്ചാൽ എന്താ? കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ അതിന്റെ ഫുൾ ഫോം? CTVS ഞാൻ പറയാം, ഒന്ന് എഴുതിയെടുക്കാം. കാർഡിയോ കമന്റ് ചെയ്യണോ? സ്പെല്ലിംഗ് കാർഡിയോ തൊറാസിക് സ്പെല്ലിംഗ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കറക്റ്റ് സ്പെല്ലിംഗ് തന്നെ നോക്കി എഴുതിക്കോളൂ, തെറ്റിക്കണ്ട. Cardiothoracic vascular surgery, CTVS എന്താണെന്ന് പറയാം. വലിയ പേര് കണ്ട് ആരും ഞെട്ടിപ്പോകുന്നു വേണ്ട, കുഴപ്പമില്ല, എളുപ്പമാണ്. കാർഡിയോവാസ്കുലാർ തൊറാസിക് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലും അതുപോലെ തന്നെ എന്താ പറയാ അന്നനാളം, രക്തക്കുഴലുകളൊക്കെ ഇല്ലേ, അവിടേക്കുണ്ടാകുന്ന സർജറികളൊക്കെ ചെയ്യുന്ന പേഷ്യൻസ്. ഓക്കെ, ശ്വാസകോശത്തിലോ അല്ലെങ്കിൽ അന്നനാളം, രക്തക്കുഴലുകള് ഇവിടേക്കുള്ള സർജറികളാണ് ഈ CTVS എന്ന് പറയുന്നത്. അത് കാർഡിയോളജിയും CTVSും അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ ഇങ്ങനെയുള്ള കേസുകൾ മീൻസ് ഹാർട്ട് ഡിസീസസ് വരുന്ന പേഷ്യൻസുകളും ഇതുപോലെ CTVS സർജറികൾ, ഇപ്പൊ ഹൃദയ സംബന്ധമായിട്ടുള്ള സർജറികളൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണ് ഈ കാർഡിയോളജി CTVSും ആ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. നെഫ്രോളജിയും ഡയാലിസിസും മറ്റൊരു സെക്ഷൻ ആണ്. കാർഡിയോളജി ആൻഡ് CTVS.
നെഫ്രോളജി എന്ന് വെച്ചാൽ കിഡ്നി സംബന്ധമായിട്ടുള്ളതും അതിന്റെ സംബന്ധമായിട്ടുള്ളതാണല്ലോ ഡയാലിസിസ് ചെയ്യുന്നതൊക്കെ പറയുന്നത്. അപ്പോ ഡയാലിസിസ് പാടൊക്കെ ഉണ്ടാവും സെപ്പറേറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഹോസ്പിറ്റലുകളിലൊക്കെ ഡയാലിസിസ് സെപ്പറേറ്റഡ് ആയിട്ട് ഡയാലിസിസിന്റെ പാടൊക്കെ ഉണ്ടാവും. അവിടെ ഈ ഡയാലിസിസിനുള്ള പേഷ്യൻസുകൾ മാത്രമായിരിക്കും അല്ലെ. ഓക്കെ, ദെൻ കാർഡിയോളജി ആൻഡ് CTBS. കാർഡിയോളജി ഹൃദയ സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് അങ്ങനെയുള്ള സർജറികളൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ആ കാർഡിയാക്കിന് വാർഡില് ഉള്ളത്. ദെൻ ബാക്കി രണ്ടെണ്ണമാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഓഫ് വാർഡിലേക്ക് വന്നിരിക്കുന്നത്. ന്യൂറോളജി. എന്താ ന്യൂറോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനെ കുറിച്ചുള്ളതാണ് ന്യൂറോളജി? ന്യൂറോനെ കാണുക എന്നൊക്കെ പറയും. നെർവ്, നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള, ഇപ്പോ നട്ടെല്ല്, നാഡീകോശങ്ങള്, അപ്പോ അങ്ങനെയുള്ള നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് നമ്മൾ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുന്നത്. അവിടെയും മെഡിസിൻ ഉണ്ടാവും, സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസുകൾ ഉണ്ടാവും. അപ്പോ ഇപ്പോ ന്യൂറോ ICU ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ന്യൂറോപരമായിട്ടുള്ള ICUലുള്ള പേഷ്യൻസ് ആണ് ന്യൂറോ ICUലൊക്കെ വരുന്നത്. ന്യൂറോളജി വാർഡിൽ ഇതുപോലെ നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ന്യൂറോളജി വാർഡിൽ വരുന്നത്. ലാസ്റ്റ് വൺ ഒപ്താൽമോളജി. എന്താ ഒപ്താൽമോളജി? ദി സ്റ്റഡി ഓഫ് ഐ. ഒപ്താൽമോളജി സ്റ്റഡി ഓഫ് ഐ. എഴുതിക്കോളൂ, സൈഡിൽ തന്നെ ജസ്റ്റ് കുഞ്ഞിതാക്കി മനസ്സിലാകുന്നത് പോലെ എഴുതിയിട്ടോളൂ. ഒപ്താൽമോളജി സ്റ്റഡി ഓഫ് ഐ. ന്യൂറോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് നെർവ്. എഴുതണമെങ്കിൽ എഴുതിക്കോളൂ, അറിയാൻ പാടില്ലാത്തവർ എഴുതിയെടുത്തോളൂ. സ്റ്റഡി ഓഫ് നെർവ്. ന്യൂറോളജി സ്റ്റഡി ഓഫ് നെർവ്. ഒപ്താൽമോളജി സ്റ്റഡി ഓഫ് ഐ. ഓങ്കോളജി എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ക്യാൻസർ. അതിനൊക്കെ അറിയാലോ. നെഫ്രോളജി എന്ന് വെച്ചാല് CTBS, കാർഡിയോ വസ്കുലാർ തൊറാസിക് സർജറി. കമന്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ സ്പെല്ലിങ്. കാർഡിയോ തൊറാസിക് വസ്കുലാർ സർജറി. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കോള് വരികയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ നോട്ട്സ് ഇതുപോലെ ചെറിയ നോട്ട്സ് പറഞ്ഞത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഗ്രൂപ്പിൽ ഒന്ന് മാറ്റി നിങ്ങൾ നോട്ട്സ് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വന്ന് ചിലപ്പോ ഒന്ന് എഴുതേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോട്ട്സ്, ചെറിയ നോട്ട്സ് അങ്ങനെ കൊടുക്കുന്നില്ല, അത്യാവശ്യം എഴുതേണ്ടതുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കാം. അപ്പൊ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഒന്നും കൂടി വായിക്കാം. ഗൈനക്കോളജി, ഓങ്കോളജി. ഓങ്കോളജി എന്ന് വെച്ചാൽ ക്യാൻസറിനെ കുറിച്ചുള്ളത്. നെഫ്രോളജി ഓർ ഡയാലിസിസ്, കിഡ്നി സംബന്ധമായിട്ടുള്ളത്. കാർഡിയോളജി, CTBS, ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്. ന്യൂറോളജി, നെർവിനെ കുറിച്ചുള്ളത്. ഒപ്താൽമോളജി, ഐ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻ ഒന്നും എടുക്കുന്നുള്ളൂ. അത് കൊടുത്ത് ടോട്ടലി ഫസ്റ്റ് ക്ലാസ് തന്നെ ബോറാക്കുന്നില്ല. ഓക്കെ, ഇത്രയും എടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ എല്ലാവർക്കും? ഫോളോ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ആണോ? ചെറിയ പാടമാണോ? വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നല്ല ക്ലാസ്. ഓക്കെ, സ്പീഡ് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നോർമൽ ഒരു സ്പീഡിലാണ് നമ്മൾ ആ പറയുന്ന ഒരു ഫ്ലോയിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. സ്പീഡ് കുഴപ്പമുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറ്റുന്നുണ്ട് മാഡം. സ്പീഡ് ഒന്നും കൂടുതലില്ല. സ്പീഡ് കൂടുതലാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ ഒന്ന് വായിക്കാം. നമ്മൾ റിപ്പീറ്റ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേ നമ്മൾ അതുവരെ എടുത്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എവിടെ വരെ നമ്മൾ എടുത്തു വെച്ചാൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ ഡേറ്റ് എഴുതി വെക്കുക. മിസ്സിന്റെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ഒന്ന് പേരും എഴുതി വെക്കാം. എവിടെ വരെ എടുത്തു ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചേക്കും. അപ്പൊ നിങ്ങൾക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു എന്നുള്ളത് ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് കാണാം. പിന്നത്തെ ക്ലാസ് നമുക്ക് കഴിഞ്ഞു. 11-12:30 വരെയാണ് ക്ലാസ്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഒരേപോലെ നന്നായിട്ടൊക്കെ ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.
ടെക്സ്റ്റ് Thank you. Thank you. Miss. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മിസ്. ഹലോ, നമുക്കെടുത്ത ഹെഡിങ്സ് ഒന്നുകൂടി പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കഴിഞ്ഞ ക്ലാസ്സിൽ PDF എങ്ങനെയാ എടുക്കുക? നമ്മുടെ ക്ലാസ് റൂമിൽ പോയാൽ മതി. ക്ലാസ് റൂമിൽ പോയിട്ട് അതിലവർ അയച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാ എടുക്കുക? ഗ്രൂപ്പിലിട്ട വീഡിയോ കണ്ടാൽ മതി, അതിനകത്തുണ്ട് എല്ലാം. സാർ ഇട്ട വീഡിയോ കാണുമ്പോൾ എല്ലാം മനസ്സിലാവും. ഫസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യണം, എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. സോ അതാദ്യം ചെയ്യാം. വീഡിയോയിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കയറാൻ പറ്റും. എടാ, നമുക്കിപ്പോ പഠിപ്പിച്ചത് തന്നെ നമുക്ക് ഫുള്ള് വീഡിയോ നമുക്ക് വീണ്ടും ആ ക്ലാസ് റൂമിൽ കിട്ടുമോ? ഈ പഠിപ്പിച്ചതെല്ലാം കിട്ടും. സാറ്റർഡേയുള്ള ക്ലാസ് ഇപ്പം ഇട്ടിട്ടുണ്ട്, അത് കാണാൻ പറ്റും. ഓക്കെ. നമുക്ക് മോഡ്യൂൾ 1 മോഡ്യൂൾ 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പൊ PDF ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് 6 month കോഴ്സിന്റെ ആണോ മൊത്തം ഫുൾ ചാപ്റ്റേഴ്സ് ആണോ അതോ നമുക്ക് പിന്നെ നമുക്ക് തരുമോ? അത് തരും, അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. മൊത്തം 6 മന്തിന് 6 മൊഡ്യൂൾ എന്തോ 4 മൊഡ്യൂൾ ഉള്ളൂ. എന്താടാ മനസ്സിലായില്ല? 4 മൊഡ്യൂൾ ഉള്ളൂ എന്ന് തോന്നുന്നു 6 മന്ത് കോഴ്സിന്. പിന്നെ PG ഡിപ്ലോമ കോഴ്സിന് 7 മൊഡ്യൂൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സിന്റെ ഫുള്ള് നമുക്ക് ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ടോ ഇതിനകത്ത്? അതോ ഇല്ല, മൊഡ്യൂൾ 1 and 2 അല്ലേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ. ഇനിയുണ്ട് 2 മൊഡ്യൂളും കൂടെ തോന്നുന്നു. അത് 6 മന്തില് 6 മന്തിനുള്ളിൽ അതും കൂടെ ഉണ്ടല്ലേ? ഓക്കെ. ഇല്ല, ക്ലാസ് ഇല്ല, കഴിഞ്ഞു. നമുക്ക് 2 ക്ലാസ്സേ ഉള്ളൂ. 2 hours ടോട്ടൽ ഉള്ളൂ. നാളെ 10 പോകണല്ലേ? അതെ, നാളെ 10-ന് ഉള്ളൂ. 10:30. അതെ, അപ്പൊ ഇന്ന് ക്ലാസ് റൂമിനകത്ത് കയറാമെങ്കിൽ ഇന്നത്തെ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റുമോ? ക്ലാസ് റൂം എടുക്കണം. ക്ലാസ് റൂം മസ്റ്റ് ആയിട്ട് എടുക്കണം. നമുക്ക് അതിനകത്ത് നമ്മുടെ വാട്സാപ്പിൽ നമ്മളെ ചേർത്തിരിക്കുന്ന വാട്സാപ്പിൽ ഫുൾ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടല്ലോ. അതിലെടുത്ത് അത് ഫുൾ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ക്ലാസ് റൂം എന്ന ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിനകത്ത് പറയുന്ന എല്ലാ രീതിയിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഗൂഗിൾ മീറ്റ് എടുക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ കയറാൻ പറ്റും. ക്ലാസ് റൂം വഴി തന്നെ നമുക്ക് കയറാൻ പറ്റും. സാറ്റർഡേ സൺഡേ ഇല്ല, മൺഡേ ടു ഫ്രൈഡേ. എന്തോ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയലല്ലേ ക്ലാസ് റൂമിനകത്ത്? ഡൗൺലോഡ് ചെയ്യാന് പറ്റുന്ന ഫോർമാറ്റില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്? പറ്റും. ഡൗൺലോഡ് ചെയ്ത് പറ്റും. ഓക്കെ.